പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഹരി വിരുദ്ധ ക്ലബ്ബും മാതൃഭൂമി സീഡ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. സീഡ് കോർഡിനേറ്റർ ശ്രീ ബഷീർ മാസ്റ്ററും ലഹരി വിരുദ്ധ ക്ലബ് കൺവീനർ ശ്രീ മുഹമ്മദ് മാസ്റ്ററും നേതൃത്വം നൽകിയ പരിപാടിയിൽ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 520ഓളം കുട്ടികൾ പങ്കെടുത്തു. നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ തന്നെയാണ് യഥാർത്ഥത്തിൽ ലഹരിയുടെ ഉപയോഗം. എന്ത് വില കൊടുത്തുകൊണ്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ വിപത്തിനെ നാട് കടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഓരോ വീടുകളിൽ പോലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ വർദ്ധിച്ചു വരുന്നതാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഇതിൻ്റെ വാരിയേഴ്സ്. ഇതിനെതിരെ പോരാടാനുള്ള ഏറ്റവും നല്ലത് വിദ്യാർത്ഥികൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ സ്കൂൾ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും ഇതിനെതിരെ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല. പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഹരി വിരുദ്ധ ക്ലബ്ബും അതുപോലെ തന്നെ മാതൃഭൂമി സീറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നമ്മുടെ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ 520ഓളം കുട്ടികൾ ലഹരിക്കെതിരെ പ്രതിജ്ഞ ചെയ്യുകയും ലഹരി ഒരു ക്യാൻവാസ് നിർമ്മിക്കുകയും ചെയ്തു. അതായത് ഇനി ഒരിക്കലും ഞങ്ങൾ ലഹരി ഉപയോഗിക്കില്ല എന്നും ഇനി ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മതിയായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് അതിൻ്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ചിട്ട് വിവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ചാർട്ട് എല്ലാ ക്ലാസ്സുകളും, അതായത് നമ്മുടെ ഇവിടെയുള്ള 8 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളും നിർമ്മിച്ച ചാർട്ടുകളാണ് ഇവിടെയുള്ളത്. മാതൃഭൂമി സീഡിന്റെയും ലഹരി വിരുദ്ധ ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയാണിത്. ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. നമ്മുടെ സ്കൂളിൽ ലഹരി വിരുദ്ധക്കെതിരെ നടത്തിയ ഈ പരിപാടി ചാർട്ട് പോസ്റ്റർ തയ്യാറാക്കലായിരുന്നു. അതിൽ വിജയിച്ചത് S2 ക്ലാസ്. കൃത്യമായ ബോധവൽക്കരണം നടത്തുക ലഹരിയുടെ ഉപയോഗത്തെ പറ്റിയുള്ള. കാരണം നമുക്കറിയാം, ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. ഏകദേശം 500-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ഒരു വിദ്യാലയത്തിൽ ഓരോ കുട്ടിയെയും ബോധവൽക്കരിക്കുക വഴി നമുക്ക് ഒരു സമൂഹത്തെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അത്രയെങ്കിലുമായി എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പ്രവർത്തനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനേക്കായി ഒരു നാടിൻ്റെ കൂട്ടായ്മ എന്ന രീതിയിൽ തന്നെ ഈ ഒരു ഉദ്യമത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു. പുതിയങ്ങാടി സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും, ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ഏരിയയിലൊക്കെ ലഹരി അധികമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ എല്ലാ വളണ്ടിയേഴ്സും എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് ഒന്നായി ഈ പരിപാടിയിൽ അണിചേർന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. എല്ലാ ക്ലാസ്സിലെ കുട്ടികളും എല്ലാ സ്കൂളിലെ തന്നെ മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും ലഹരി വിരുദ്ധ സന്ദേശം കൈമാറാൻ ഈ പരിപാടികളിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഇനി മുതൽ ലഹരി ഉപയോഗിക്കില്ല എന്നും നാട്ടിൽ നിന്നും ലഹരിയെ തുരത്താനുള്ള യോദ്ധാക്കളായി അവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ ജ്യോതി ടീച്ചറും അതുപോലെ നമ്മുടെ ലഹരി വിരുദ്ധ കൺവീനർ കൂടിയായിട്ടുള്ള മുഹമ്മദ് മാഷൊക്കെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പരിപാടികൾ ഇനിയും തുടർന്ന് നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തുന്നതാണ് എന്നറിയിക്കാം. നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സർക്കാരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം വളരെയധികം മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അതായത് ഇന്നത്തെ യുവാക്കൾക്കിടയിൽ, പ്രത്യേകിച്ച് കൗമാരക്കാരുടെ ഇടയിലൊക്കെ ലഹരി ശക്തമായി പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ ഇടയിലാണ് ബോധവൽക്കരണം നടത്തുന്നത്. 520ഓളം കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്രം പഠിക്കുന്ന പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. തികച്ചും നൂതനവും തികച്ചും ഒരു സമൂഹത്തിന് ആകെ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 520 കുട്ടികളിലൂടെ പുതിയങ്ങാടിയിലെ 520 കുടുംബങ്ങളിലേക്കാണ് ലഹരി വിരുദ്ധ വെളിച്ചം തെളിയിക്കാൻ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് സാധിച്ചത്.